നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു തനിനാടൻ റെസിപ്പി ആയിട്ടാണ്. അത് പൈനാപ്പിൾ പുളിശ്ശേരി. മാമ്പഴം കിട്ടാത്ത ടൈമിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, അതേസമയം ടേസ്റ്റിയോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പൈനാപ്പിൾ പുളിശ്ശേരി. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഉണ്ണിയപ്പം ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ കുറേ പേര് ട്രൈ ചെയ്തിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് പേർക്ക് അത് ശരിയായിട്ടില്ല. അപ്പം അതിൻ്റെ റീസൺ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണെന്നറിയാമോ, ശർക്കര പാനി നല്ല ചൂടോട് കൂടിയാണ് ഒഴിക്കുന്നത്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ഒന്നില്ലെങ്കിൽ ശർക്കര പാനി വളരെ ചൂട് കുറഞ്ഞതിന് ശേഷം ഒഴിക്കുക, അല്ലെങ്കിൽ ചൂട് കംപ്ലീറ്റ് അറിയതിന് ശേഷം ഒഴിച്ചാൽ മതി. ചൂടുള്ള ശർക്കര പാനി നമ്മുടെ മാവിലേക്ക് ഒഴിക്കുമ്പോൾ ആ മാവ് വെന്ത് പോവാണ്. പിന്നെ അത് നമ്മൾ ഉണ്ണിയപ്പം ആക്കി എടുക്കുമ്പോഴേക്കും അത് പൊട്ടി പൊട്ടി പോവാണ്. അതാണ് അതിൻ്റെ റീസൺ. അവൻ മാക്സിമം ചാൻസ് ഉള്ളത്. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കുട്ടികളോട് പറഞ്ഞപ്പോൾ അവർ ചൂടാറിയ ശർക്കര പാനി ഒഴിച്ചുണ്ടാക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അഥവാ ശരിയായിട്ടില്ലേ, നിങ്ങൾ ആ പോയിന്റ് ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് കുറച്ച് കമന്റ്സ് വായിക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കമന്റ്സ് അയക്കുന്നതല്ലേ, അപ്പോൾ എനിക്ക് എല്ലാ കമന്റ്സും വായിക്കാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ റാൻഡം ആയിട്ട് ഒരു ഇതൊന്നുമില്ല, എന്താ പറയുക, പെട്ടെന്ന് കാണുന്ന ഒരു കമന്റ് വായിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ എപ്പിസോഡിലും ഒരു 5 കമന്റ് വായിക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അതായത് ഹൗ ടു ക്രിയേറ്റ് ഹാപ്പിനെസ് എന്നുള്ള സംഭവം. അപ്പം അതിൻ്റെ താഴെ 2-3 കമന്റാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ കമന്റ് ഞാൻ വായിക്കാൻ പോകുന്നത് റിഷാൻ റഷീദ്, അതായത് ആ കുട്ടിയുടെ റിയൽ നെയിം ഷഫീന എന്നാണ്. ഞാൻ പിന്നെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ആ കുട്ടി എഴുതിയിരിക്കുന്നതാണ്. മുഴുവനും ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് വലിയ മെസ്സേജ് ആണ് ആക്ച്വലി. ഹലോ എൻചിച്ചി, ഇപ്പോഴാണ് വീഡിയോ കണ്ടത്, ഒന്നും പറയാനില്ല കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് ചേച്ചീനെയും ചേട്ടനെയും. ജാൻചേട്ടൻ്റെ വാക്കുകൾ കൂളായിട്ടാണ് പറയുന്നത് എങ്കിലും മനസ്സിൽ തട്ടിപ്പോകുന്നു. റെസിപ്പീസ് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് മോൻ നന്നായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതുപോലെ എൻ്റെ ലൈഫിലും എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. ആ തോന്നൽ വരുത്തിയത് ചേച്ചിയുടെ പല വാക്കുകളാണ് കേട്ടോ. മറ്റുള്ളവർക്ക് ഉപകാരമാവുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി. ബട്ട് ഞാനൊരു പേഷ്യൻ്റ് ആണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഉള്ളത്. ഞാൻ തളർന്നില്ല. ഞാൻ 20 പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം മോളെ. മുന്നോട്ട് പോവുക, ഒരു കുഴപ്പമുണ്ടാവില്ല. അസുഖമൊക്കെ പെട്ടെന്ന് മാറും. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഡിയർ. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഞാൻ കമൻറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇന്ദു സന്തോഷാണ്. ഇന്ദു സന്തോഷ് പറഞ്ഞിരിക്കുന്നത് വീണയും ജാനും ഒരുമിച്ചു ആയാലേ എപ്പിസോഡ് സക്സസ് ആവൂ. എനിക്ക് നിങ്ങൾ ഒരുമിച്ച് വരുന്നതാണ് കൂടുതൽ ഇഷ്ടം. താങ്ക് യു ഇന്ദു. ഞങ്ങൾ എന്താ പറയുക, എല്ലാ എപ്പിസോഡിലും ജാനും വരാൻ പറ്റില്ല. ഇതുപോലെ എന്തെങ്കിലും ടോപ്പിക്കൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ 2 പേരും വരുന്നതായിരിക്കും. അല്ലേ ജാൻ ജോഷി? അതെന്തറിയോ, ഞാൻ കമന്റ് വായിക്കാൻ തുടങ്ങി ഇവിടെ കിടന്ന് ചുമ്മാ എന്നെ കലകി കൊണ്ടിരിക്കുകയായിരുന്നു. അതെങ്ങനെ ഓടിച്ചു വിട്ടതാണ്. ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയാട്ടോ. പറയൂ പ്ലീസ്. വേണങ്ങണ്ട ശക്തരല്ലേ, പണങ്ങല്ലേ. പിന്നെ അടുത്ത ആളാരെന്നറിയാമോ, അഹാന ജയപ്രകാശ്. അഹാന എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് കമന്റ്. ഹായ് ചേച്ചി ചേട്ടാ, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഐ ലൈക്ക് ദിസ് വീഡിയോ. ഞാൻ ഈ വീഡിയോ കാണുന്നത് ഡെലിവറി പെയിൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അത്രയ്ക്കും ഇഷ്ടമാണ് നിങ്ങളുടെ 2 പേരുടെയും ചാറ്റിങ്. അജ്മാൻ GMCയിൽ കിടന്നു ഈ വീഡിയോ കാണുന്നത് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ്. ലവ് യു സോ മച്ച്. ലവ് യു ടു ഡിയർ. അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞു, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്രീ ആവുമ്പോൾ പതുക്കെ പതിപ്പോഴല്ല എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ മെസ്സേജ് അയക്കാൻ മറക്കരുത്. വിശേഷങ്ങളൊക്കെ അറിയാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഓക്കെ ആന. അതുപോലെ തന്നെ അടുത്ത ആള് ഹൃഷിക അമ്മു ഉഷ എന്നാണ് പേര്, ID കേട്ടോ. ഹലോ ചേച്ചി, ഞാൻ ചേച്ചിയുടെ ഒരു വലിയ ഫാനാണ്. അമ്മ എന്ത് ഡിഷ് ഉണ്ടാക്കിയാലും ഞാൻ പറയും എൻ്റെ വീണേച്ചി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കാൻ. ഇന്ന് മോർണിംഗ് ചേച്ചിയുടെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കി. മരണമാസമായിരുന്നു കേട്ടോ. കീപ്പ് ഓൺ അപ്ലോഡിങ് ന്യൂ ഡിഷസ്. ലവ് യു ലോട്ട്സ് ഉമ്മ. ലവ് യു ടു ഡിയർ. പിന്നെ അടുത്ത ആള് ഫെബിന ഷിഹാബ്. ഹായ് ചേച്ചി, ഞാൻ ഇന്നലെ ചേച്ചിയെ സ്വപ്നം കണ്ടു. നമ്മൾ തൃശ്ശൂരിൽ ഒരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. ഞാൻ റിയൽ ആണെന്ന് വിചാരിച്ചു പോയി. അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 4-ാം തീയതി മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ മേ ബി അത് ആലോചിച്ച് കിടന്നുകൊണ്ടായിരിക്കാം അങ്ങനെ സ്വപ്നം കണ്ടത്. എന്തായാലും നമുക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ആ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഡിയർ. അപ്പോൾ ഇതാണ് നമ്മൾ 5 പേര് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ബോറടിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിക്കണം, നമുക്ക് എങ്ങനെയാണ് നാടൻ പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ
ഒരു 1.5 കപ്പോളം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതായത് വലിയ പൈനാപ്പിൾ ആണെങ്കിൽ അര പൈനാപ്പിൾ, അതേസമയം ചെറിയ പൈനാപ്പിൾ ആണെങ്കിൽ ഒരു പൈനാപ്പിൾ എടുക്കേണ്ടി വരും കേട്ടോ. ഇത് തൊലിയൊക്കെ കളഞ്ഞ് മീഡിയം സൈസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. തീരെ ചെറിയ പീസസ് ആയിട്ട് മുറിക്കാൻ പാടില്ല. അതായത് നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പൈനാപ്പിളും മുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ള പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ വളരെ നൈസായിട്ടാണ് നമ്മൾ പൈനാപ്പിൾ ഇടുക. പക്ഷേ ഈ പൈനാപ്പിൾ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് ഇടണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി, ടേസ്റ്റും. ഇപ്പോൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ചെറിയ മാമ്പഴം അങ്ങനെ തന്നെ ഇടുന്നില്ലേ, മുറിക്കാതെ, അതുപോലെ തന്നെ. അപ്പോൾ ഇത് ഇന്ത്യൻ പൈനാപ്പിൾ ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. എനിക്ക് ഇന്ത്യൻ പൈനാപ്പിൾ കിട്ടിയില്ല, ഫിലിപ്പൈൻസിലത്തെ പൈനാപ്പിളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. ഇൻഡക്ഷൻ കുക്കർ അല്ല, ഇത് കറണ്ടിൽ പ്രവർത്തിക്കുന്ന സെറാമിക് ഇലക്ട്രിക് ഗ്ലാസ് ടോപ്പാണ്. എനിക്ക് ഇതിൽ ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കൽച്ചട്ടി എനിക്കിതിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതിനെ കറണ്ട് കൂടുതലാണോ എന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ ഒരു 8 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. എനിക്ക് കറണ്ട് ഒരുപാട് കൂടുതലായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് മറ്റേ ഗ്യാസ് അടപ്പ് ഭയങ്കര പേടിയാണ് ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിളിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് ഐറ്റംസ് ചേർത്തിട്ട് നമുക്ക് പൈനാപ്പിൾ ആദ്യം കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്, ഇവിടെ പുറത്ത് നല്ല മഴക്കാറാണ്. രാവിലെ നല്ല മഴയായിരുന്നു, ഇപ്പോഴും ഇരുണ്ട് മൂടി കിടക്കാണ്. എന്തായാലും കൊള്ളാം. അപ്പോൾ അതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് മഞ്ഞൾപ്പൊടി കൂടാൻ പാടില്ല കേട്ടോ. ഒരുപാട് മഞ്ഞൾപ്പൊടി കൂടിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിടണം. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാൻ പാടില്ല, എരിവുള്ള മുളക് പൊടി തന്നെ വേണം. അത് 1/2 ടീസ്പൂൺ മാത്രം മതി, ഒരുപാട് പാടില്ല. പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ ഇടുന്നുണ്ട്, പിന്നെ അവസാനം കാച്ചി ഒഴിക്കുമ്പോഴും മുളക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായെന്ന് വരില്ല. അപ്പോൾ ഇത്ര മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 പച്ചമുളക്. 2 പച്ചമുളക് നമ്മൾ സാധാരണ ചിലപ്പോൾ ഞാൻ മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ പച്ചമുളക് അരച്ച് ചേർക്കാറുണ്ട്. പക്ഷേ പൈനാപ്പിൾ പുളിശ്ശേരിയിലോട്ടൊക്കെ ഞാൻ പച്ചമുളക് അരിഞ്ഞിടാറുള്ളൂ. 2 പച്ചമുളക് നെടുകെ കീറിയിട്ട് കൊടുക്കാം. പിന്നെ അവസാനം നമുക്ക് പച്ചമുളക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലാസ്റ്റ് ചേർത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് വെള്ളം. ഇപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒഴിച്ചിട്ട് പറയാം. 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. ഇതിൽ പഞ്ചസാര നമ്മളിത് കുക്കായതിനു ശേഷം മാത്രം ഇതിൽ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ നമ്മൾ പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പൈനാപ്പിൾ കുക്കാവാൻ ഒരുപാട് സമയം പിടിക്കും. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് സംഭവം എല്ലാം കൂടിയിട്ട് കുക്കറിൽ കുക്ക് ചെയ്യാം കേട്ടോ, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ട്രഡീഷണൽ രീതിയിൽ കാണിക്കണമെന്ന് മാത്രം. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഈ പൈനാപ്പിൾ നന്നായി അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ ഒരു 10-15 മിനിറ്റ് എടുക്കും പൈനാപ്പിൾ കുക്കായി കിട്ടാൻ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ഇളക്കി കൊടുക്കുക. പിന്നെ പൈനാപ്പിൾ കുക്ക് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൽച്ചട്ടിയാണ് കേട്ടോ, കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചട്ടിയാണിത്. ഇപ്പോൾ ഇതിന് മുൻപ് ഞാൻ 2-3 വീഡിയോസിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് ബിൻ ചേച്ചി വാങ്ങിച്ചതെന്ന്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണേ, ഇപ്പം ഇത് വാങ്ങിച്ചത് ഞാൻ നാട്ടിൽ നിന്നാണ്. നാട്ടിൽ തൃശ്ശൂരാണ് എൻ്റെ വീട്. അപ്പോൾ തൃശ്ശൂർ പെരിഞ്ഞനത്തിനടുത്ത് ശ്രീനാരായണപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ എസൻപുരം എന്നാണ് നമ്മൾ പറയാം. അവിടെ നിന്നാണ് അച്ഛൻ പോയിട്ട് കൽച്ചട്ടി വാങ്ങിച്ചത്. അപ്പോൾ ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കൂടും. അപ്പം ഇതുപോലെ തന്നെ കൽച്ചട്ടി ആദ്യം തന്നെ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് മയക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ മയക്കണ കാര്യമല്ല കേട്ടോ. ഇത് നമ്മൾ ഇതിലേക്ക് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ എന്താ പറയുക തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു കല്ലിൻ്റെ ഒരു പുതിയ മണം ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കറികളൊക്കെ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ കുറേ ദിവസം നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇത് നന്നായി മയങ്ങി കിട്ടുള്ളൂ. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് കുക്ക് ചെയ്യണമെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഞാൻ വല്ലപ്പോഴും മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ശരിയായ രീതിയിൽ മയങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണേ. ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കുക്കായിട്ടൊന്ന് നോക്കണം. കുക്കായിട്ടില്ലെങ്കിൽ നമ്മുടെ പുളിശ്ശേരിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചും കൂടെ ആവാനുണ്ട്. ഒരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് അടച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ കുക്കായെന്ന് അറിയാൻ വേണ്ടി കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. നന്നായി പൈനാപ്പിൾ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുക്കട്ടെ. ഞാൻ തൽക്കാലം അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് തേങ്ങ അരച്ചതിന് ശേഷം വേണം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കുക്ക് ചെയ്ത് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് ഇതിലേക്ക് അരയ്ക്കാനുള്ള തേങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന തേങ്ങയാണെങ്കിൽ ഒരിക്കലും ഡയറക്റ്റായിട്ട് അരയ്ക്കാൻ പാടില്ല. അതിൻ്റെ തണുപ്പ് അറിയതിന് ശേഷം മാത്രം അരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നമ്മുടെ തേങ്ങാപ്പാൽ എടുക്കുന്ന വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. തേങ്ങ 1 ഗ്ലാസ് എടുക്കുക. അതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ക്യുമിൻ സീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ജീരകം ഇല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ചേർത്താലും മതി. നന്നായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരച്ചെടുക്കണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതല്ലാതെ നമ്മുടെ എരിശ്ശേരിക്ക് അരയ്ക്കുന്ന പോലെ തരിയായിട്ട് അരയ്ക്കാൻ പാടില്ല. നല്ല മഷി പോലെ അല്പം മാത്രം വെള്ളം ചേർത്ത് അരയ്ക്കുക. കാരണം ഒരുപാട് വെള്ളം നമ്മൾ ആദ്യം തന്നെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി അരച്ചെടുക്കാൻ
പറ്റില്ല. മിക്സിയുടെ ചെറിയ ജാറിലിട്ടതിന് ശേഷം നല്ല മഷി പോലെ അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നൈസായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നല്ല തൈരാണ്. ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയ തൈരാണ്. നല്ല പുളിയല്ല എന്നാലും അത്യാവശ്യം പുളിയുള്ള തൈരാണ്. അപ്പോൾ നമ്മളിത് കട്ടത്തൈര് വീട്ടിലുണ്ടാക്കുന്ന വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന തൈരാണെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തിട്ട് വരാം. ഇത് കറിക്ക് മോര് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. മോര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല. എപ്പോഴും പുളിശ്ശേരിക്ക് നമ്മൾ തൈര് അടിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നല്ല ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അതായത് ഇതിൻ്റെ ഒട്ടും കട്ടകൾ ഉണ്ടാവാൻ പാടില്ല. കട്ടകളുണ്ടെങ്കിൽ പുളിശ്ശേരി ഉണ്ടാക്കും മേലെ ഇങ്ങനെ പൊന്തി കിടക്കും. അത് കാണാനും നന്നായിട്ടുണ്ടാവില്ല. ഓവറായിട്ട് അടിച്ചിട്ട് മോര് പോലെ ആക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് എടുത്തിട്ട് ഇതിന് കംപ്ലീറ്റ് കട്ടകളും എടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 400 ഗ്രാമൊക്കെ ഉണ്ടാവും ഈ തൈര്. അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-12 ടേബിൾ സ്പൂൺ തൈര് ഉണ്ടാവും ഇത്. അപ്പോൾ പുളിയുള്ള തൈരാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. പുളി തീരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളെ പുളിശ്ശേരിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇവിടെ തൈര് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളം ചേർക്കാണ്ട് അടിച്ച് വെച്ചിരിക്കുന്ന തൈരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ കൂടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ട് അരച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കുരുമുളകും വെളുത്തുള്ളിയൊന്നും ചേർത്തിട്ടില്ല. മാമ്പഴ പുളിശ്ശേരിയിൽ ഞാൻ അങ്ങനെ ചേർക്കാറുണ്ട്. ഇതിൽ ഞാനിപ്പോൾ വെറും തേങ്ങയും ജീരകവും മാത്രമേ അരച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കണം. ഈ തേങ്ങയും കുക്ക് ചെയ്തിരിക്കുന്ന പൈനാപ്പിളും കൂടി നന്നായി തിളപ്പിച്ചതിന് ശേഷം ആ തേങ്ങയുടെ പച്ചമണക്കം ഒന്ന് മാറിയതിന് ശേഷം മാത്രം ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ തൈര് ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഒരുപാട് അങ്ങ് തിളയ്ക്കാൻ പാടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഈ തേങ്ങ ചേർത്തതിന് ശേഷം ഇതങ്ങ് നന്നായി തിളക്കട്ടെ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം തിളപ്പിച്ചാൽ മതി. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ശർക്കരയാണെങ്കിൽ ശർക്കര, അതല്ലെങ്കിൽ പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കട്ടെ. പിന്നെ അവസാനം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പഞ്ചസാര എപ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. തൈരൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കാച്ചിയതിന് ശേഷം മധുരം പോരാന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കഷ്ണങ്ങൾ ഇങ്ങനെ കാണുകയും വേണം. ഇതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. എരിവൊക്കെ ഉണ്ടോയെന്ന് അറിയണം. ഉപ്പ് കുറവാണ്. പച്ചമുളക് ഒരു എണ്ണം കൂടെ ഞാൻ കീറിയിട്ട് കൊടുക്കാൻ പോവാണ്. ചെറുതായിട്ടൊരു എരിവ് വേണം. അതാണ് എൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. നന്നായി ഇത് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പം എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിശേഷപ്പെട്ട അവസരങ്ങളിൽ, അതായത് ഓണം, വിഷു സമയങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു പുളിശ്ശേരി നമ്മുടെ വീട്ടിൽ വേണമല്ലോ സദ്യക്ക്. അപ്പോൾ സാധാരണ രീതിയിൽ മാമ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ മാമ്പഴ പുളിശ്ശേരിയാണ് എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാവുന്നത്. പക്ഷേ എല്ലാ സമയത്തും ചിലപ്പോൾ മാമ്പഴം കിട്ടാറില്ല. അപ്പോൾ മാമ്പഴം ഇല്ലെങ്കിൽ പിന്നത്തെ അടുത്ത ഓപ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. പൈനാപ്പിൾ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പുറത്തുള്ള കുട്ടികൾക്കൊക്കെ മാമ്പഴം ഉണ്ടാവില്ല. പക്ഷേ പൈനാപ്പിൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അല്ലേ. അപ്പോൾ സംഭവം കുശാലാണ്. ഒരു 5 മിനിറ്റോളം ഇത് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ആ പച്ചമണമൊക്കെ പോയിന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിലോട്ട് മോര് ചേർക്കാൻ പാടുള്ളൂ. മോരല്ല, തൈര് അടിച്ചത് ചേർക്കാൻ പാടുള്ളൂ. ഇനി ഞാനിതിലേക്ക് ഒഴിക്കാൻ പോവുകയാണേ. മിക്സ് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കേണ്ടതാണ്. അതേസമയം മോരുകറിയുടെ പോലെ അത്രയും ലൂസാവാൻ പാടില്ല. ഒരു ചെറിയൊരു തിക്നെസ് വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല. തൈര് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. വേറെ ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി മീഡിയം തിക്നെസ് ആണ് വേണ്ടത്. അത് സാധാരണ മോരുകറിനേക്കാളും കുറച്ചും കൂടെ തിക്കായിരിക്കണം. പിന്നെ നമ്മുടെ കട്ടിക്കാളം എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ളതാണ്. അത്രയും ആവാനും പാടില്ല കട്ടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരു സംഭവമാണ് പുളിശ്ശേരി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. ചെറിയൊരു ചൂടാവാനേ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇരിക്കുമ്പോൾ തണുക്കുമ്പോൾ കുറച്ചും കൂടി തിക്നെസ് കൂടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മോരുകറിയുടെ പോലെയാവും. ടേസ്റ്റ് ഡിഫറൻസ് വരും. ഓക്കെ, ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കാച്ചി ഒഴിക്കണം. അതായത് വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് ഒഴിക്കണം. ഇത് നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം. അവസാനം ഒന്നും കൂടി ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ഈ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കട്ടെ. കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് ചൂടാക്കാൻ വെക്കുക. ഞാനിപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണ അത്യാവശ്യം വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കാച്ചുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. എന്നാലും മാത്രമാണ് ഓത്തൻറ്റിക് ആയിട്ടുള്ള നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കൂ. പക്ഷേ ഒലിവ് ഓയിലൊന്നും ഉപയോഗിക്കരുത് ദയവേത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട്
1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് കടുക് വേണ്ട. തീ കുറയ്ക്കുക. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. തീ ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് 3-4 വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ഉലുവയാണ്. ഉലുവ ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ മൊത്തത്തിലുള്ളതാണ്. ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, അതൊക്കെ കരിഞ്ഞു പോവും. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്യുക. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ള് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നിർബന്ധമൊന്നുമില്ല, ഒരു നല്ല ഫ്ലേവർ എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു അല്പം മുളക് പൊടി, നല്ല മുളക് പൊടി തന്നെയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറട്ടെ. അതിന് ശേഷം നമുക്ക് നമ്മുടെ പുളിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മുളക് ചേർക്കുന്നത് ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ പുളിശ്ശേരിക്ക് ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല മുളക് പൊടി ചേർക്കുന്നത്. കുറച്ച് ഇതിലേക്ക് തിരിച്ചൊഴിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത്രേ ഉള്ളൂ സംഭവം നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി. ഞാൻ പറഞ്ഞ പോലെ അത് ഇച്ചിരി ഇരുന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രിഫറൻസ് അതനുസരിച്ച് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കൂട്ടാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ആദ്യം അടച്ചു വെക്കാം. ഈ കാച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫൈനലായിട്ട് ടേസ്റ്റ് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇടാൻ മറക്കരുത്. ഇപ്പോൾ കണ്ടില്ലേ ഈ കൺസിസ്റ്റൻസി കണ്ട. ഈ മാമ്പഴ പുളിശ്ശേരി പോലെ തന്നെ തണുത്തപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇതാണ് റിയൽ ആയിട്ടുള്ള കൺസിസ്റ്റൻസി വേണ്ടത് നമുക്ക്. അപ്പോൾ ഫൈനലി ഒന്നും കൂടെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരിയും ഇന്ന് ഞാൻ പിന്നെ കൂർക്ക മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ നമ്മുടെ തറവാടിക്കറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മുടെ വൻപയറും മത്തങ്ങയും കുത്തിക്കാച്ചിയത്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ ഞാനത് കുശാലായിട്ട് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങളും എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്യുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ പൈനാപ്പിൾ പുളിശ്ശേരി ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. പേടിപ്പിക്കണ്ട. All of them taking rest ആത്തു. പോവാന്നാ പൂപ്രാണിമാര്. അമ്മയും മോനും അവിടെ സെൽഫി. നന്നായിട്ടുണ്ടെന്ന് അറിയാം ഞങ്ങൾക്ക്. വല്ലപ്പോഴും നന്നാവാറില്ലെങ്കിൽ പോവാ മക്കളെ. സ്പെയിനിൽ പോയി കളിക്കാം. അത് ലെറ്റ്സ് ഗോ താറാക്കുട്ടികളെ.